0 എന്നുള്ള പോയിന്റ് കിട്ടി. അവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി 2x + y - 6 = 0 നമ്മൾ എഴുതി. ഇനി സെക്കൻഡ് ഇക്വേഷന് വേണ്ടി നമുക്ക് 2 എന്നുള്ള പോയിന്റ് കിട്ടാം. ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2x - 3y = 8, 4x - y = 9. സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ ആ ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോ ഇവിടെ നമ്മൾ കാണിക്കുമ്പോൾ ഈ ടേബിൾ എടുത്ത് വെക്കാം. പക്ഷെ എക്സാമിന് ചെയ്യുമ്പോൾ ഈ ടേബിൾ ഉണ്ടാവില്ല. അത് പഠിച്ചു വെച്ചേ പറ്റൂ. സ്റ്റാൻഡേർഡ് 4 എഴുതണം എന്ന് നമ്മൾ കുറെ പ്രോബ്ലമായിട്ട് പറയുന്നുണ്ട്. അതും നിങ്ങൾക്കറിയാം. ഈ ടേബിൾ പഠിച്ചു വെച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 2x - 3y - 8 = 0, 4x - 6y - 9 = 0. കമ്പയറിംഗ് ഇക്വേഷൻ വിത്ത്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പോവാം. അത് നിങ്ങൾ ചെയ്യാൻ ഇതുവരെ ഈ വീഡിയോ കണ്ട ഇതോ ഇതിനു മുമ്പുള്ള വീഡിയോകളോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല, നമ്മൾ ആൻസറിലേക്ക് തന്നെ പോവാം. അപ്പൊ ഇവിടെ A1ഉം B1ഉം C1ഉം A2ഉം B2ഉം C2ഉം നമ്മൾ എടുത്ത് എഴുതി വെച്ചു. ഇനി A1/A2 എഴുതാൻ അറിയാം. 2/4 ആണ്. 1/2 കിട്ടി. ഇനി വീണ്ടും B1/B2 അത് -3y - 6 1/2 ആണ്. C1/C2 -8 - 9 അതും 8/9 ആണ്. പക്ഷെ അത് 1/2 അല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഫ്രം 3, 4 and 5 A1/A2 = B1/B2 ആണ്. പക്ഷേ നോട്ട് ഈക്വൽ ടു C1/C2 ആണ്. എന്തായിരിക്കും ആലോചിച്ച് നോക്കുക. ആൻസർ പറയുന്നതിന് മുമ്പ് A1/A2 = B1/B2 ആവുകയും അത് C1/C2 അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ്. അത് പാരലൈസ് ആയിരിക്കും. ദ ലൈൻസ് ആർ പാരലൽ to each other and does not have a common solution. Inconsistent. ഇനി എടുത്തെഴുതാനുള്ള കാര്യം, the lines are parallel to each other and does not have a common solution. The linear equations are inconsistent. Next, 3/2x plus 5/3y = 7. 9x minus 10y = 14. A1/2 തന്നിട്ടുണ്ട്. 3/2x plus 5/3y minus 7 = 0. 9x minus 10y minus 14 = 0. ഇക്വേഷനെ കമ്പയർ ചെയ്യുക. A1 = 3/2, B1 = -7, A2 = 9, B2 = -10, C2 = A1/A2 = 3/2 divided by 9. 3/2 into 1/9, 3/18. അതിനെ ചെറുതാക്കി 1/6. അതുപോലെ B1/B2 = 5/3 divided by -10 = 1/10 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5/-13 = അതിനെ ചെറുതാക്കിയാൽ -1/6 കിട്ടും. നെക്സ്റ്റ് C1/C2 = -7/-14 = 1/2 ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 3, 4 and 5 A1/A2 not equal to B1/B2. അപ്പോൾ എന്താണ്? A1/A2 not equal to B1/B2 ആണെങ്കിൽ ഇക്വേഷൻ ഹാസ് യുണീക് സൊല്യൂഷൻ. കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ഉണ്ട്. The two lines intersect each other, has a common solution. അടുത്ത ഇക്വേഷൻ, on comparing the ratios A1/A2, B1/B2 and C1/C2 find out where the line representing the following pairs of linear equations are consistent or inconsistent. സെയിം ഓർഡർ തന്നെ വേറെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. To get this, the equations has to be in standard form. അപ്പോൾ 11നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആ ഇക്വേഷൻ 5x - 3y - 11 = 0 എന്നാവുന്നു. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ -10x + 6y + 22 = 0 എന്നാവുന്നു. അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. കഴിഞ്ഞ പ്രോബ്ലംസൊക്കെ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. A1/A2, A1ഉം B1ഉം C1ഉം നമുക്ക് എടുത്തെഴുതാം. ഇനി A2ഉം B2ഉം C2 എഴുതാം. അതുപോലെ A1/A2 = 5/-10 = -1/2 എന്ന് കിട്ടി. ഇത് സ്പീഡിൽ പോകുന്നതിന്റെ കാരണം അത് മുമ്പുള്ള വീഡിയോകളിൽ, മുമ്പുള്ള ക്വസ്റ്റ്യനുകളിൽ ഇതൊക്കെ ഒരുപാട് തവണ വിശദീകരിച്ചാണ്. അതുകൊണ്ട്
ബോറടിക്കണ്ടെന്ന് കരുതിയാണ് സ്പീഡിൽ പോകുന്നത്. മനസ്സിലാകാത്തവര് മുമ്പുള്ള വീഡിയോസ്, മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും. ഇത് നമ്മൾ വേഗം പറഞ്ഞു പോവാണ്. അപ്പോ ഫ്രം ഇക്വേഷൻ 3, 4 and 5 a1 by a2 equal to b1 by b2 equal to c1 by c2. അപ്പൊ a1 by a2 b1 by b2 c1 by c2 ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് കൺസിസ്റ്റന്റ് ആണ്, കോയിൻസിഡന്റ് ലൈൻ ആണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. The two lines coincide with each other and have infinite solutions. The pair of linear equations are consistent. On comparing ratios a1 by a2, b1 by b2 and c1 by c2, find out whether the lines representing the following pairs of linear equations are consistent or inconsistent. നേരത്തെ ചെയ്ത അതേ മൂന്ന് ക്വസ്റ്റ്യൻ. 4 by 3x plus 2y plus 8. 2x plus 3y equal to 12. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. ഇവിടെയും a1 by a2 നമുക്ക് എഴുതാൻ അറിയാം. Comparing equation with a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0. നമുക്ക് കിട്ടുന്നത് a1 is equal to 4 by 3, b1 is equal to 2, c1 is equal to minus 8 ആണ്. a2 is equal to 2, b2 is equal to 3, c2 is equal to minus 12. അപ്പൊ a1 by a2 equal to 4 by 3 divided by 2 equal to 4 divided by 6. അപ്പൊ 3 into 2 അവിടെ വരും. ഈക്വൽ ടു നമുക്ക് 2 by 3 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. നെക്സ്റ്റ് b1 by b2 ഈക്വൽ ടു 2 divided by നെക്സ്റ്റ് c1 by c2 ഈക്വൽ ടു minus 8 divided by minus 12 ഈക്വൽ ടു 8 by കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ 2 by 3 എന്ന് കിട്ടുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. a1 by a2 ഈക്വൽ ടു b1 by b2 equal to c1 by c2. അപ്പൊ a1 by a2 equal to b1 by b2 equal to c1 by c2 ആണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ സെയിം ലൈൻ ആണ്, കോയിൻസിഡന്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ലൈൻ ആണ്. The two lines coincide with each other. The pair of linear equations are consistent. Next question on comparing. ഇതേ ക്വസ്റ്റ്യൻ തന്നെ a1 by a2, b1 by b2 and c1 by c2. Find out whether the lines representing the following pairs of linear equations are consistent or inconsistent. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. The equation has to be in standard form. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. അപ്പൊ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയി x minus y minus 8 equal to 0 ഇക്വേഷൻ നമ്പർ 1. 3x minus 3y minus 16 equal to 0. ഇനി കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് a1 by a2 ഒക്കെ എഴുതുന്നു. a1 equal to 1, b1 equal to minus 1, c1 equal to minus 8, a2 equal to 3, b2 equal to minus 3, c2 equal to minus 16. a1 by a2 equal to 1 by 3, b1 by b2 equal to minus 1 by minus 3, അതായത് 1 by 3. c1 by c2 equal to minus 8 divided by minus 16 equal to 1 by 2 ആണ് കിട്ടുക. അപ്പോൾ ഫ്രം 3, 4 and 5 a1 by a2 equal to b1 by b2 not equal to c1 by c2 ആണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത a1 by a2 equal to b1 by b2 ആവുകയും അത് c1 by c2 ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ്. The pair of linear equations are inconsistent. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. a1 by a on comparing ratios a1 by a2 equal to b1 by b2 and c1 by c2, find out whether the lines representing the following pairs of linear equations are consistent or inconsistent. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. ഇതെല്ലാം ഇപ്പോ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഒരേ രീതിയിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ 2x minus 2y minus 2 equal to 0, 4x minus 4y minus 5 equal to 0. കമ്പയർ ചെയ്യുന്നു. a1 by a2 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ a1 equal to 2, b1 equal to minus 2, c1 equal to minus 2, a2 equal to 4, b2 is equal to minus 4, c2 is equal to minus 5, a1 by a2 equal to 2 by 4 equal to 1 by 2 എന്നുള്ളതാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. b1 by b2 is equal to minus 2 by minus 4 equal to 1 by 2 ആണ്. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. c1 by c2 equal to minus 2 divided by minus 5 ആണ്, equal to 2 by 5 ആണ്. അപ്പൊ ഇതിന് ഈക്വൽ അല്ല. ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഫ്രം 3, 4 and 5 a1 by a2 equal to b1 by b2 ആണ്, പക്ഷേ നോട്ട് ഈക്വൽ ടു c1 by c2 ആണ്. അപ്പൊ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ഉം
നോട്ട് ഈക്വൽ ടു C1 by C2 ആകുമ്പോൾ അത് പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് സൊല്യൂഷൻ ഇല്ല. ദ ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അതുകൊണ്ട് ഇൻകൺസിസ്റ്റന്റ് ആണ്. ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ്. നോ സൊല്യൂഷൻ. Which of the following pairs of linear equations are consistent or inconsistent? If consistent, obtain the solution graphically. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഗ്രാഫിക്കലി കണ്ടുപിടിക്കുക. സൊല്യൂഷൻ ചെയ്ത് നോക്കാം. 2x plus y minus 6 equal to 0, 4x minus 2y minus 4 equal to 0. Comparing equation with a1x. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിപ്പോ സ്പീഡിൽ ചെയ്തു പോകാം. അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് അത് വേഗം നമുക്ക് ചെയ്യാം. ഇനി ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് സംശയം വരും. a1 equal to 2, b1 equal to 1, c1 equal to -6. a2 equal to 4 ആണെന്ന് അറിയാം. b2 equal to -2 ആണെന്ന് അറിയാം. c2 equal to -4 ആണെന്ന് അറിയാം. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. a1 by a2 equal to 2 by 4 ആണ്, equal to 1 by 2 ആണ്. ഇനി അടുത്തത് b1 by b2 equal to 1 by -2 ആണ്. ഇനി c1 by c2 equal to -6 by -4 ആണ്, അത് 3 by 2 ആണ്. അപ്പോൾ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണ്, നോട്ട് ഈക്വൽ ടു c1 by c2 ആണ്. അപ്പൊ ഇവിടെ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണ്, നോട്ട് ഈക്വൽ ടു c1 by c2 ആണ്. ഒരു ഇക്വേഷൻ അല്ല. ദ ലൈൻസ് ആർ കൺസിസ്റ്റന്റ്. അപ്പോ ഒരേ ഇക്വേഷൻ അല്ല. a1 by a2 b1 by b2 ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു c1 by c2. a1 by a2 b1 by b2 ഈക്വൽ ആവുകയും അത് c1 by c2 ഈക്വൽ അല്ലാതെ വരികയും ചെയ്തതാണ് നമുക്ക് ഈ പാരലൽ ലൈൻസ് വരുന്ന കേസുകൾ. അപ്പൊ ഇവിടെ ആ പ്രശ്നമില്ല. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആണ്. നമുക്ക് ഗ്രാഫിക്കലി ചെയ്യാൻ പറ്റും നോക്കാം. എക്സിനും വൈക്കും നമ്മൾ വാല്യൂ കൊടുക്കുന്നു. 2x plus y minus 6 equal to 0. എക്സിന് 0 കൊടുത്താൽ വൈക്ക് കിട്ടുന്ന വാല്യൂ 6 ആണ്. 0, 6 എന്നുള്ള വാല്യൂ കിട്ടുന്നു. അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ല, കാരണം അത് നേരത്തെ നമ്മൾ ചെയ്യേണ്ട വഴി പറഞ്ഞതാണ്. അത് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ എക്സിന് 3 കൊടുത്താൽ വൈക്ക് 0 കിട്ടും. 3, 0 എന്നുള്ള പോയിന്റ് കിട്ടി. അതുപോലെ നെക്സ്റ്റ് ഇക്വേഷൻ 4x minus 2y minus 4 equal to 0. ആ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നു. എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുന്നു. ഇനി നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. ഈ ഗ്രാഫ് വരയ്ക്കുന്ന വിധവും ഈ പോയിന്റ്സ് കണ്ടുപിടിക്കുന്ന വിധവും ഒക്കെ മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് മാത്രം നോക്കാം. 0, 6 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് 3, 0 എന്നുള്ള പോയിന്റ് കിട്ടി. അവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. 2x plus y minus 6 equal to 0 നമ്മൾ എഴുതി. ഇനി സെക്കൻഡ് ഇക്വേഷന് വേണ്ടി നമുക്ക് 2, 2 എന്നുള്ള പോയിന്റ് കിട്ടണം. ആ പോയിന്റ് അവിടെ കിട്ടി. ഇനി 1, 0 എന്നുള്ള പോയിന്റ് ആണ് വേണ്ടത്. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. അത് ഈ ഇക്വേഷന്റെ 4x plus 2y minus 4 equal to 0 എന്നുള്ള ഇക്വേഷന്റെ ഗ്രാഫാണ്. അപ്പൊ ഈ രണ്ട് ഗ്രാഫും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതാണ് 2, 2 എന്നുള്ള പോയിന്റ്. അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ 2, 2 ആയിരിക്കും. Therefore 2, 2 is common solution for both the equations.